നമസ്കാരം, ഞാൻ കൃഷ്ണകുമാർ. ഇൻസ്പയറിംഗ് മൈൻഡ്സിലേക്ക് സ്വാഗതം. ലൈഫിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. കടബാധ്യത, വലിയ അസുഖങ്ങൾ, അപകടങ്ങൾ, സ്ഥാനചലനം, പരീക്ഷാ തോൽവി, ഉറ്റവരുടെ മരണം, അങ്ങനെ പലതും. ഈ പ്രശ്നങ്ങളെ 3 രീതിയിൽ സമീപിക്കാം. 1 ഫിയർ, 2 ഫ്ലൈ, 3 ഫൈറ്റ്. അതായത് ട്രിപ്പിൾ എഫ്. ഇതിൽ ഒന്നാമത്തത് ഫിയർ ആണ്. ഇവർ പ്രശ്നത്തെ വളരെ വൈകാരികമായി കാണുന്നു. പ്രശ്നങ്ങളുടെ അനന്തരഫലത്തെ ഓർത്ത് ഇവർ ഭയപ്പെടുന്നു. ഈ ഭയം അവരിലും കൂടെയുള്ളവരിലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നു. അവസാനം ഇക്കൂട്ടർ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തുന്നു. രണ്ടാമത്തെ വിഭാഗം ഫ്ലൈ ചെയ്യുന്നവരാണ്. അതായത് പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നവരാണ്. പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിക്കാതെ ഒന്നുകിൽ നാട് വിടുകയോ അതുമല്ലെങ്കിൽ സ്വയം ജീവിതം അവസാനിപ്പിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത്. മൂന്നാമത്തെ വിഭാഗം ഫൈറ്റ് ചെയ്യുന്നവരാണ്. അതായത് പ്രശ്നത്തെ സധൈര്യം നേരിടുന്നവരാണ്. എന്തായാലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ സംഭവിച്ചു പോയി, അതുകൊണ്ട് അതിനെ നേരിടാൻ ഇക്കൂട്ടർ തീരുമാനിക്കുന്നു. പ്രശ്നങ്ങൾ ഏതുമായിക്കോട്ടെ, അതിനെ സധൈര്യം നേരിടുമ്പോഴാണ് നമ്മൾ ശക്തരും മനക്കരുത്തുള്ളവരുമായി മാറുന്നത്. പ്രതിസന്ധികൾ തളരാതെ തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് അതിനെ കീഴടക്കിയ മാളവിക സിദ്ധാർത്ഥയുടെ കഥ ഇവിടെ വളരെ പ്രസക്തമാണ്. കർണാടകയിലെ ചിക്കമംഗ്ലൂരിൽ ജനിച്ച് ലോകം മുഴുവൻ കഫേ കോഫി ഡേ എന്ന കോഫി ശൃംഖല പടുത്തുയർത്തിയ VG സിദ്ധാർത്ഥയുടെ ഭാര്യയാണ് മാളവിക സിദ്ധാർത്ഥ. വൻ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് 2019 ജൂലൈ 31 VG സിദ്ധാർത്ഥ നേത്രാവതി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. മുൻ കർണാടക മുഖ്യമന്ത്രി SM കൃഷ്ണയുടെ മകൾ കൂടിയായ മാളവിക 2020 ഡിസംബറിൽ ഭർത്താവിൻ്റെ മരണശേഷം കമ്പനിയുടെ CEO ആയി ചുമതലയേറ്റു. അവർ ചുമതലയേൽക്കുന്ന സമയത്ത് 7000 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത കമ്പനിക്കുണ്ടായിരുന്നു. ചുമതലയേറ്റതിന് ശേഷം കമ്പനിയെ ലാഭത്തിലാക്കാൻ രാപ്പകൽ അവർ അധ്വാനിച്ചു. ലാഭകരമല്ലാത്ത ഒട്ടേറെ ഔട്ട്ലെറ്റുകൾ പിൻവലിച്ചു. നിക്ഷേപകരുടെയും ജീവനക്കാരുടെയും മീറ്റിംഗ് വിളിച്ചുകൂട്ടി അവർക്ക് ആത്മവിശ്വാസം കൊടുത്ത് കൂടെ നിർത്തി. കമ്പനിയിലേക്ക് പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ പല രീതിയിലുള്ള പദ്ധതികൾ അവർ ആവിഷ്കരിച്ചു. 2021 മാർച്ച് 31 കമ്പനിയുടെ കടം 1730 കോടി രൂപയായി കുറയ്ക്കാനായി അവർക്ക് സാധിച്ചു. ഇന്ന് 2025 കടബാധ്യതകളിൽ നിന്ന് മുക്തമായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് കഫേ കോഫി ഡേ എന്ന CCD. ലോകമെമ്പാടും 572 ഔട്ട്ലെറ്റുകളും പല രാജ്യങ്ങളിലായി 36,000-ഓളം കോഫി വെൻഡിങ് മെഷീനുകളും കമ്പനിക്കുണ്ട്. കമ്പനിയുടെ നിയന്ത്രണത്തിലുള്ള 20,000 ഏക്കർ വിസ്തൃതിയുള്ള കാപ്പിത്തോട്ടത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിക്കുരു ഇന്ന് ലോകമെമ്പാടും കയറ്റുമതി ചെയ്യുന്നു. ഭർത്താവിൻ്റെ മരണശേഷം CCD എന്ന ബ്രാൻഡിനെ വളർത്തിക്കൊണ്ട് മാളവിക സിദ്ധാർത്ഥ നടത്തിയ വിജയഗാഥ ഇന്ന് പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് വലിയ പ്രചോദനമാണ്. പ്രതിസന്ധികളുണ്ടാവും, അതിനെ പേടിക്കാതെ ഓടി ഒളിക്കാതെ നേരിട്ടുകൊണ്ട് സധൈര്യം മുന്നേറുക. തീർച്ചയായും ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു. താങ്ക് യു.